കുട്ടികളും മുതിർന്നവരൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് ബേക്കറി ടേസ്റ്റിൽ തന്നെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് ഡോ തയ്യാറാക്കണം. ഞാനിപ്പോൾ 4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 4 കപ്പ് മൈദ വെച്ചിട്ട് ഏകദേശം നമുക്ക് 12ഓളം ഡോണറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം വലിപ്പത്തിലുള്ള 12 ഡോണറ്റ് തയ്യാറാക്കാനുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 4 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. ഈ പഞ്ചസാരയും ഉപ്പും ഒക്കെ മൈദയിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്കിതിൽ ഇളം ചൂടുള്ള പാലൊഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പാൽ നിങ്ങൾ ഓവറായിട്ട് ചൂടാക്കരുത്, അതുപോലെ തന്നെ തീരെ ചൂട് കുറയാനും പാടില്ല. നമ്മൾ കൈ കുത്താൻ പാകത്തിനുള്ള ഒരു മീഡിയം ലെവലുള്ള ചൂടായിരിക്കണം കേട്ടോ പാലിന്. എന്നിട്ട് പാൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണേ. മുട്ട ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കുഴച്ചെടുക്കാം. ഏകദേശം 1 കപ്പ് പാലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണുമാണ് ഞാൻ ഈ 4 കപ്പ് മൈദക്ക് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മൈദക്ക് അനുസരിച്ചിട്ട് ചിലപ്പം പാല് കുറയാനോ കൂടാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുഴക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 30 ഗ്രാമോളം ബട്ടർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പം നല്ല തണുപ്പ് സമയമായതുകൊണ്ട് ഏകദേശം 2 മണിക്കൂറെല്ലാം ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് സമയം വേണ്ടി വരും കേട്ടോ. ചൂട് സമയത്താണെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെല്ലാം കൊണ്ട് നമുക്കിത് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതുണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമ്മളിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇനി നമുക്ക് ഇത് പരത്താൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഒന്നിക്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് പരത്തിയതിന് ശേഷം കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ റോളാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര സൈസിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ സൈസിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. അതിനുശേഷം ഓരോ ബോളും എടുത്തിട്ട് പരത്താം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ റോളാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 12 പീസാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ഒരേ സൈസിൽ കിട്ടും. നമ്മൾ പരത്തിയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പം ഒരു സൈഡ് ചെറുതും വലുതും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. ഇനി നമ്മൾ ഓരോ മാവും എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ക്രാക്കൊന്നും വീഴാണ്ട് ഇതുപോലെ ബോളാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നും പരത്തണം. അപ്പോൾ പരത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ പാത്രം വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ നടുക്കായിട്ട് ഹോളിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മൂടി എടുത്തിട്ട് നമുക്ക് അതും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ബാലൻസ് വരുന്ന മാവ് നമ്മൾ അടുത്ത മാവിൻ്റെ കൂടെ കൂട്ടിയിട്ട് പരത്താട്ടോ. പിന്നെ പരത്തുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തണേ, അധികം തിന്നായി പോകരുത് കേട്ടോ. പിന്നെ സൈസെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെറിയ സൈസിൽ മതിയെങ്കിൽ ഒരു 15-16 വരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളെല്ലാം പരത്തിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഓയിൽ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഡോണറ്റിൻ്റെ മാവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് ഇതുപോലെ നല്ലോണം കളറ് ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. ലോ ടു മീഡിയം വരെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ നിങ്ങൾ ഒരിക്കലും വെക്കരുത്. ഇതിൻ്റെ ഉൾഭാഗം വേവാതെ ആയിപ്പോവും. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ നല്ല കളറിൽ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം കറക്റ്റ് ആക്കിയിട്ട് എടുത്താൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ നമ്മൾ എല്ലാ ഡോണറ്റും റെഡിയാക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് എടുക്കണം. ചോക്ലേറ്റ് നമ്മൾ ഒന്നിക്കിൽ മൈക്രോവേവ് ചെയ്യുക, അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ മെൽട്ടാക്കണം. പിന്നെ ചോക്ലേറ്റിൽ ക്രീമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം നിങ്ങൾ മെൽട്ടാക്കിയിട്ട് എടുത്താൽ മതി. എന്നാൽ മാത്രമേ നമ്മൾ ഡോണറ്റ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അത് ഒലിച്ച് താഴേക്ക് ഇറങ്ങാതെ നല്ല കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. പിന്നെ ചോക്ലേറ്റ് നമ്മൾ മെൽട്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഡോണറ്റ് ഇതിൽ ഡിപ്പ് ചെയ്യാം.
ഇതിപ്പോൾ ഞാൻ ലൈറ്റ് കളറുള്ളതാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്കോ വൈറ്റോ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ ആ ചോക്ലേറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ സ്പ്രിങ്കിൾസ് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ഷുഗർ ബോളോ മറ്റോ എടുക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ലൈൻസ് പോലെ വരച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്താലും അടിപൊളിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും നമുക്ക് ബേക്കറിയിലെല്ലാം കിട്ടുന്ന പോലത്തെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്.